ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HALന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന ഡിസൈൻ ട്രെയിനി, മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്കാണ് ഇന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് HALന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് HAL എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബ്രീഫായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് പോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡിസൈൻ ട്രെയിനി, അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി ഇൻ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ ഡിസിപ്ലിനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ അവരുടെ എന്താണ് കർണാടക, അതുപോലെ മഹാരാഷ്ട്ര, നമ്മുടെ ഒഡീഷ, അതുപോലെ ഉത്തർപ്രദേശ് ഇത്തരം സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രൊഡക്ഷൻ റിസർച്ച് സ്ഥാപനങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പെർമനൻറ്റ് ജോബാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്താണ് പെർമനൻ്റ് ആയിട്ട് ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് അപേക്ഷിക്കുന്നത് ഇതിൻ്റെ ഡെമോ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്പർ ഓഫ് വാക്കൻസീസ്, റിസർവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് നെയിം. ഇപ്പോൾ ഇതിൽ ഏതാണ് അതിൻ്റെ ഒരു പോസ്റ്റ് വരുന്നത് ചോദിച്ചാൽ ഡിസൈൻ ട്രെയിനിയിലാണ്. അപ്പോൾ ഡിസൈൻ ട്രെയിനിയിൽ നിങ്ങൾക്ക് കാണാം പോസ്റ്റ് നെയിം എയറോനോട്ടിക്കലാണ്. എയറോനോട്ടിക്കൽ 2 ഒഴിവാണ് ടോട്ടൽ വരുന്നത്. ഇലക്ട്രോണിക്സ് ആണ് അടുത്തത് 15 ഒഴിവാണ്. മെക്കാനിക്കൽ 21 ഒഴിവാണ്. അപ്പോൾ അതിൽ റിസർവ്ഡ് ആയിട്ടുള്ള ഓരോ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിസർവേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. then അടുത്തത് നിങ്ങൾക്ക് കാണാം മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കലാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്കായിട്ട് വന്നിരിക്കുന്ന ഡിസിപ്ലിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ. അതിൻ്റെ ഒഴിവുകൾ ക്രമപ്രകാരം 4, 4, 4, 8, 2 ആണ്. ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന ഒഴിവുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് സിമ്പിളായിട്ട് ഈ കോളത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനി IMM ആണ്. അതിൽ ഇലക്ട്രിക്കലിൽ ഒരു 2 ഒഴിവാണുള്ളത്, മെക്കാനിക്കലിൽ 2 ഒഴിവ്, ദെൻ പ്രൊഡക്ഷനിൽ 1 ഒഴിവാണുള്ളത്. ദെൻ അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനിയാണ് അടുത്ത പോസ്റ്റ്. അതിൽ വരുന്ന ഡിസിപ്ലിൻ അതൊക്കെ സിവിൽ എന്ന് പറഞ്ഞാൽ സിവിലിൽ 5 പോസ്റ്റ്, ദെൻ ഹ്യൂമൻ റിസോഴ്സിൽ HR 5 പോസ്റ്റ്, ലീഗലിൽ 5 പോസ്റ്റ്, ഫൈനാൻസിൽ 5 പോസ്റ്റ്. ഇങ്ങനെയാണ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഈ HAL എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പെർമനൻറ്റ് ജോബ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചില ആളുകളുടെ ഒരു സ്വപ്നമായിരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ അതിന് ക്വാളിഫൈഡ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അപ്പോൾ എല്ലാവരിലും എത്തിക്കുക. അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ നമ്മൾ അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം PWD കാറ്റഗറീസിൻ്റെ ഡിസബിലിറ്റീസ് ഏതൊക്കെ ആളുകൾക്കാണ് അതിന് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അത്തരം കാറ്റഗറി ഉള്ളവർക്ക് ഈ ഒരു കോളം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. പിന്നെ വരുന്നത് ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ് ആണ് പറയുന്നത്. ഫുൾ ടൈം അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം. അല്ലെങ്കിൽ അതായത് BE ഓർ BTech എഞ്ചിനീയറിംഗിൽ BE BTech ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാം. അടുത്തത് ഇവിടെ കാണാം പോസ്റ്റ് നെയിം, ഡിസിപ്ലിൻ, എലിജിബിൾ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് കാണാം. അതായത് നമ്മൾ ഏതൊക്കെ ബ്രാഞ്ചസിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ പോസ്റ്റിന് അപേക്ഷിക്കുക എന്നുള്ള കോളമാണ്. ജസ്റ്റ് നോക്കാം. അതിൽ പോസ്റ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ട്രെയിനി. അതിൽ വന്നിരിക്കുന്ന ഡിസിപ്ലിനിൽ എയറോനോട്ടിക്സിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താണ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എയറോസ്പേസിൽ. അപ്പോൾ BE ഓർ BTech നിങ്ങൾക്ക് ഈ ഒരു 2 ബ്രാഞ്ചസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. ഇതിലേതെങ്കിലും ഒരു ബ്രാഞ്ചസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. ഇതിന് ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഒന്നെങ്കിൽ ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഇതിന് ക്വാളിഫൈഡ് ആണ്. യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ്. ദെൻ അടുത്തത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. പിന്നെ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കൽ എന്ന് പറയുന്നത്, അത് ഡിസൈൻ ട്രെയിനിയിലെ മെക്കാനിക്കൽ എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാവുന്നതാണ്. ദെൻ അടുത്തത് നിങ്ങൾക്ക് കാണാം പോസ്റ്റ് നെയിം വരുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കലാണ്. ഇതിൽ വരുന്ന ഡിസിപ്ലിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എന്നുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോണിക്സ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വായിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒരു കോളം നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ ബ്രാഞ്ചസ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ്
എൻ്റെ കൺട്രോൾ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് ഇലക്ട്രോണിക്സ് എന്നുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്തത് മെക്കാനിക്കലാണ്. മെക്കാനിക്കൽ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെക്കാനിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അതുപോലെ മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക്കലിലേക്ക് അപേക്ഷിക്കാം. then അടുത്തത് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ജസ്റ്റ് ഈ കോളം വൈസ് നിങ്ങൾക്ക് നോക്കാം. അടുത്ത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇവിടെ കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാനെന്താ വായിക്കുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ആ ഡ്യൂറേഷൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ബ്രാഞ്ചസ് ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ക്വാളിഫൈഡ് ആണ്, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. അടുത്തത് മാനേജ്മെൻറ്റ് ട്രെയിനി IMM ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഈ 3 ബ്രാഞ്ചസ് ആണ് ഇതിൽ വരുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിനാണ് വരുന്നത്. അതിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ് ചോദിച്ചാൽ ഇലക്ട്രിക്കലിന് നിങ്ങൾക്ക് കാണാം ഇവിടെ, മെക്കാനിക്കലിന് ഇവിടെ കാണാം, ദെൻ പ്രൊഡക്ഷൻ്റെ ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അതിന് അപേക്ഷ നൽകാം. ദെൻ അടുത്തത് വരുന്നത് മാനേജ്മെൻറ്റ് ട്രെയിനി സിവിലാണ്. അപ്പോൾ സിവിലിന് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് നമുക്ക് HR അല്ലെങ്കിൽ ലീഗൽ ആൻഡ് ഫൈനാൻസിൻ്റെ എലിജിബിലിറ്റിയാണ്. മുകളിൽ പറഞ്ഞത് നമ്മൾ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇത് നോൺ ടെക്നിക്കലാണ്. ഇനി ഇതിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം റെഗുലർ, അതായത് ഫുൾ ടൈം ഡിഗ്രി, PG ഒക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, PG ഡിപ്ലോമ, MBA, അങ്ങനെ ഒരുപാട് ഏരിയകൾ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് ഹ്യൂമൻ റിസോഴ്സ്, പേഴ്സണൽ മാനേജ്മെൻറ്റ്, ഇൻഡസ്ട്രിയൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. MSW ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി അടുത്തത് ലീഗലാണ്. ലീഗൽ നോക്കാം. ലീഗലിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഓഫ് ലോ ആണ്. അതായത് 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് +2 ശേഷം, അല്ലെങ്കിൽ റെഗുലർ ഓർ ഫുൾ ടൈം ബാച്ചിലർ ഡിഗ്രി വിത്ത് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഓഫ് ലോ ആണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്താണ്, ആ ഒരു ഫുൾ ടൈം റെഗുലർ നിയമത്തിൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്തത് വരുന്നത് ഫൈനാൻസ് ആണ്. ഫൈനാൻസിൽ തന്നെ നമുക്ക് റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി, അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഈ CA അല്ലെങ്കിൽ ICWA ഫൈനൽ എക്സാമിനേഷനൊക്കെ നമ്മൾ പാസ്സായിരിക്കണം എന്നുള്ള കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചസോ അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള കോഴ്സുകൾ മാത്രമേ അംഗീകൃതമാകുന്നുള്ളൂ. മറ്റ് ഏതെങ്കിലും എന്താണ് ഡിപ്ലോമകളോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ ബ്രാഞ്ചസിൽ ഏതെങ്കിലും ഉൾപ്പെട്ടത് മാത്രമേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ്. അപ്പം നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കുന്ന ആ ഒരു ഡിഗ്രിയുടെ എന്താണ് മിനിമം നമുക്ക് ഉണ്ടായിരിക്കേണ്ട പെർസെൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. അത് ജനറൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ OBC നോൺ ക്രിമിനൽ AWS കാൻഡിഡേറ്റ്സിനും ഈ ഒരു കോളവും, അതുപോലെ SC/ST PW ആണെങ്കിൽ അവർക്ക് എന്താണ് ആ മാർക്കിൽ ഇളവുണ്ട് എന്നുള്ള, ആ പെർസെൻറ്റേജിൽ ഇളവുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോ എന്താണ് ഡിസിപ്ലിൻ വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര കിട്ടിയിരിക്കണം എന്നുള്ളത്. നമുക്ക് എന്താണ് മിനിമം 65% അല്ലെങ്കിൽ 55% ഒക്കെ എന്തുണ്ടാവണം, മാർക്ക് ഉണ്ടാവണം എന്നുള്ളത് കണ്ടീഷനാണ്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ ഫൈനാൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ CA അല്ലെങ്കിൽ ICWA എക്സാം എന്താണ് ഫൈനലിൽ പാസ്സായാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഡിഗ്രി, അതായത് നമ്മുടെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ ബാച്ചിലർ ഡിഗ്രീസ് എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ടെക്നോളജിയിൽ എന്താണ് ഫൈനൽ ഇയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ട കണ്ടീഷനൊക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ഏജ് ആണ്. ഏജ് എന്ന് പറയുന്നത് കണക്കാക്കുന്നത് 2/3/2022 ആണ്. 28 വയസ്സാണ് മാക്സിമം ഏജ് കണക്കാക്കുന്നത്. ഇനി ഇവിടെ പറയുന്നുണ്ട് സാധാ ഗവൺമെൻറ് റൂൾസ് പ്രകാരം SC/ST ആണെങ്കിൽ 5 വർഷവും, OBC ആണെങ്കിൽ 3 വർഷവും, PWD കാറ്റഗറീസ് ആണെങ്കിൽ അത് 10 വർഷവും. എന്താണ് ആ PWDയിൽ തന്നെ അവർക്ക് എന്താണ് SC/ST OBC ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് അനുസരിച്ച് അത് വീണ്ടും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ്. മോഡ് ഓഫ് പേയ്മെൻറ്റ് 500 രൂപ ഫീസ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ SC/ST PWD കാറ്റഗറിക്ക് എന്ത് വേണ്ട, ഫീസ് വേണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് ഫീസ് അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അക്കൗണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്കിലെ ഈ ഒരു അക്കൗണ്ട് നമ്പർ, ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ അക്കൗണ്ട് നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നിശ്ചിത ചലാൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ രജിസ്ട്രേഷൻ്റെ മുൻപ് നമുക്ക് എന്താണ് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതുപോലെ നമുക്ക് എന്തുണ്ടായിരിക്കണം, ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ സ്കാൻഡ് കോപ്പി ആയിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് JPG ഫയൽ ഫോർമാറ്റ് ആയിരിക്കണം. <150 KB സൈസ് ആയിരിക്കണം. അതായത് 150 KBൻ്റെ മുകളിൽ പോകരുത്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് വേണം. എല്ലാ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള മാർക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 9 ആണ്. അവസാനിക്കുന്നത് മാർച്ച് 2 എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്.
പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇവിടെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇത് വായിച്ച് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായുള്ള പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് ഓൾ ഇന്ത്യ ബേസ്ഡ് ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. പിന്നെ ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റിന് നമ്മൾ എക്സാമിൻ്റെ ആ ഒരു സിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം നമുക്ക് പോകാൻ പറ്റുന്ന എളുപ്പം നമ്മുടെ സമീപത്തുള്ള സിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ 2-3 ഓപ്ഷൻ ഉണ്ടായിരിക്കും. നമ്മൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോ ID വേണം. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് വേണം എന്നുള്ളതാണ്. പിന്നെ എനിക്ക് കാണാം സർവീസ് അഗ്രിമെൻ്റ് ഒരു ബോണ്ടൊക്കെ ഉണ്ട്. 5 വർഷത്തേക്കുള്ള ഒരു ബോണ്ടൊക്കെ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കാം. ഇതിൽ 52 വീക്ക് നമുക്ക് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഉണ്ടായിരിക്കുക. ആ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ സക്സസീവായിട്ട് കംപ്ലീറ്റ് ആക്കിയാലാണ് നമുക്ക് പെർമനൻറ്റ് പോസ്റ്റിലേക്ക് നമ്മൾ എടുക്കുന്നത്. ആ ട്രെയിനിങ് പീരീഡ് നമുക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. ഏകദേശം 40,000 രൂപയോളം നമുക്ക് എന്താണ് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ദെൻ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്കെയിലിലേക്ക്, അതായത് 40,000 to 1,40,000 വരെയുള്ള സ്കെയിലിലേക്ക് എന്ത് ചെയ്യും, നമ്മളെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് ജനറൽ കണ്ടീഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിലുപരി മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഡേറ്റ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൾ ടിക്കറ്റ് വരുന്നത് ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡ് വരുന്നത് 10/3/2022 ആണ്. ഓക്കെ, ഇവിടെ ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം. എല്ലാ എക്സാമും കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓഫർ ലെറ്റർ കിട്ടുന്ന ലെറ്റർ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് കോർണറിൽ കാണാം ഇവരുടെ കരിയർ ഒന്ന് കാണാം. ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം ഏറ്റവും താഴെയായിട്ട് സെലക്ഷൻ ഓഫ് ഡിസൈൻ ട്രെയിനി ഓർ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ക്ലിക്ക് ഹിയർ ടു വ്യൂ, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യാൻ ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ പുതിയൊരു പേജിലേക്കാണ് പോകുന്നത്. സെലക്ഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് ട്രെയിനി ഓർ ഡിസൈൻ ട്രെയിനി. അപ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഹിന്ദിയിലുള്ളത് നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇവിടുന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ജസ്റ്റ് ഇംഗ്ലീഷിൽ നിന്ന് അടിച്ചാൽ ഇംഗ്ലീഷിലുള്ള അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങൾ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുൻപ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യൂസർ ഐഡിയും പാസ്വേഡൊക്കെ ഉണ്ടായിരിക്കും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ഹിയർ ടു ലോഗിൻ എന്നുള്ള ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓരോരോ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള ലിങ്കുകളൂടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാനാവുക. അപ്പോൾ നമ്മൾ ഏതിലാണോ എലിജിബിൾ ആവുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കുക എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ട്രെയിനി ഏതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഏതിലാണോ നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോം കിട്ടും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഈ ഒരു ഫോമിൽ. ദെൻ ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കളർ ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത് നമ്മളിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ഇതിൻ്റെ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഫോമിലേക്ക് പോകും. ഇത് നമ്മുടെ ജസ്റ്റ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നൊരു ഘട്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഒരു ഫോം വരും. അപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ടാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഇടുന്നതാണ്. ഇതിൻ്റെ എല്ലാ ലിങ്കുകളും അപേക്ഷിക്കേണ്ട ലിങ്കും എല്ലാം നമ്മൾ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോ ലിങ്ക് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. കാരണം ഈ ഒരു അവസരങ്ങൾ നമ്മൾ കേരളത്തിലുള്ളവർക്ക് അറിയാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അത് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.